ജീവിതത്തിൽ നമ്മൾ തളർന്നു പോകുന്നത് എപ്പോഴാണെന്നറിയാമോ? ഏ നമ്മളെ താങ്ങാൻ ഒരാളുണ്ടെന്നൊരു തോന്നൽ നമുക്കുള്ളപ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ നമ്മൾ തളർന്നു പോകുന്നത്, അല്ലേ? കാരണം നമ്മളെ താങ്ങായിട്ടും തണലായിട്ടും നമ്മുടെ കൂടെ നിൽക്കാൻ നമുക്കൊരാളുണ്ട് എന്ന് തോന്നുമ്പോൾ ശരിക്കും ആ ഒരു സമയമൊക്കെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും. കാരണം നമുക്ക് സപ്പോർട്ടിന് നമുക്കൊരാളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, ഒറ്റയ്ക്ക് നിന്നങ്ങോട്ട് പൊരുതത്തില്ല. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ആ താങ്ങാനും തണലാകാനുള്ള ആളിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നിൽക്കാൻ നോക്കും. അതേസമയം നമുക്ക് ജീവിതത്തിൽ നമുക്കിങ്ങനെ ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കുക. ഒറ്റയ്ക്ക് ഉദാഹരണം പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ജീവിച്ച് മുന്നേറാനായിട്ട് പോവുകയാണ് കേട്ടോ. ആ പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനോ ഒന്നും നമുക്ക് ആരുമില്ല. നമ്മൾ തന്നെത്താനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ പടിപ്പടിയായിട്ട് ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ജയിക്കാൻ വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോയി നമ്മൾ നല്ല ലെവലിൽ നമ്മൾ എത്തും. അതേസമയം നമുക്ക് താങ്ങാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ എങ്ങും എത്തത്തില്ല. നമ്മൾ വെറും അലസരായി അങ്ങ് പോകത്തതേ ഉള്ളൂ. അങ്ങനെയാണ് കണ്ടുവരുന്നത് മുഴുവനും. മറ്റൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പെണ്ണുങ്ങളുടെ തന്നെ കാര്യങ്ങൾ എടുത്താലുണ്ടല്ലോ, നമ്മളിപ്പം സ്വാഭാവികമായി ഒരു വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. വീട്ടിലൊരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ, ജസ്റ്റ് ഒരു തലവേദന, രാവിലെ എണീക്കുമ്പോൾ ജസ്റ്റ് ഒരു പനിയോ തലവേദന അങ്ങനെ എന്തോ ആയിക്കോട്ടെ, അപ്പം വന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ നമ്മളല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളോ അമ്മായിയമ്മയോ നാത്തുമാരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ അങ്ങ് കിടക്കാൻ നോക്കും. കാരണം ഒന്നും കൂടെ നമുക്ക് വയ്യ, അതുകൊണ്ട് നമുക്ക് എഴുന്നേക്കാൻ വയ്യ. അപ്പം എന്തെങ്കിലും ജോലികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുങ്ങൾ നോക്കുകയൊക്കെ ചെയ്യും എന്നൊരു ബോധം നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്കൊന്നും കൂടി നമുക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് കിടക്കത്തതേ ഉള്ളൂ. അതേസമയം ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് ചിന്തിച്ച് നമ്മുടെ വീട്ടിൽ മറ്റാരും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ പെണ്ണായിട്ട്, നമ്മൾ എണ്ണിക്കാതാണ്ട് വീട്ടിൽ അടുപ്പ് പുകയില്ല എന്നൊരു ഘട്ടം വരികയാണ് എന്നുണ്ടെങ്കിൽ, രാവിലെ മക്കൾക്കുള്ള ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ലഞ്ച് അങ്ങനെയെല്ലാം നമ്മൾ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വയ്യാതെ വന്നാലും നമ്മൾ ജസ്റ്റ് എണ്ണിക്കും. ഒരു ചൂട് ചായയൊക്കെ അങ്ങോട്ട് ഇട്ട് കുടിച്ചിട്ട് നല്ല രീതിയിൽ എണ്ണയൊക്കെ പൊത്തിരി കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വയ്യാഴ്യ മാറും. എന്നിട്ട് നേരെ അടുക്കളയിൽ പോയിട്ടുള്ള ജോലികളെല്ലാം നമ്മൾ ചെയ്തു തീർക്കും. അപ്പം എന്താണ്, നമുക്ക് താങ്ങാൻ ആരുമില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്തേ പറ്റൂ. അവിടെ നമുക്കന്നേരം പ്രത്യേകിച്ച് അസുഖങ്ങൾ വന്ന് നമുക്ക് കിടക്കാൻ പറ്റത്തില്ല. എത്ര ഇനി അസുഖമാണെങ്കിലും നമ്മൾ എണ്ണിച്ച് ഓൾറെഡി ചെയ്ത് പോകും. അതാണ് എല്ലായിടത്തെ അവസ്ഥ. അതേസമയം ഇപ്പുറത്ത് വേറൊരാൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? നമ്മളിതുപോലെ തന്നെ വയ്യ കിടന്ന് അവർ ചെയ്യുന്നത് ഒരെന്ന് വെച്ചാൽ താങ്ങാനായിട്ട് നമുക്ക് മറ്റൊരാളുണ്ടെന്നുള്ളപ്പോൾ നമുക്ക് അലസത ഒന്നും കൂടെ കൂടും. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ മുന്നേറ്റത്തിലും. നമുക്ക് താങ്ങായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മുന്നേറത്തില്ല. അതേസമയം നമ്മൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുത്ത് വെട്ടിപ്പിടിച്ച് മുകളോട്ട് വരുമ്പോഴോ ഇല്ല, സിനിമയെ കാണുന്നത് പോലെ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം സമ്പാദിച്ചെടുക്കുന്നത്, അതൊക്കെ സിനിമയെ മാത്രമേ കാണത്തുള്ളൂ, ജീവിതത്തിൽ കാണത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം ഓരോ ഘട്ടമായിട്ട് നമ്മൾ എന്ത് പിടിവള്ളി പിടിച്ച് മുറുക്കിയാലും നമ്മൾ മണ്ടയ്ക്ക് കയറിയാലും ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി വരും. കാരണം അത് നമുക്കൊരു പവറാണ്. നമുക്ക് പുറവശത്ത് നിന്ന് നമുക്ക് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഉന്തിത്തള്ളി കയറ്റി വിടാനോ പ്രത്യേകിച്ച് ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഉന്നതിയിലെത്തുമെന്നാണ് പറയുന്നത്, അല്ലേ? അതേസമയം നമുക്ക് താങ്ങായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ താഴെ തന്നെ കിടക്കും. താഴെ നിന്നൊരു അടി നമ്മൾ പൊങ്ങി മണ്ടയ്ക്കോട്ട് വരത്തില്ല. അതാണ് ഈ അലസരായി പോകും, നമ്മൾ മടിമാരായി പോകും. നിങ്ങൾ പറയണം ഞാൻ ഈ പറഞ്ഞതിനകത്ത് എത്രമാത്രം യോജിക്കുന്ന ആൾക്കാരുണ്ടെന്ന് കേട്ടോ. അപ്പം എൻ്റെ ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പം ബൈ.